അമേരിക്കയും ഇറാനുമായി പിന്നെയും ഒരു യുദ്ധ സാഹചര്യം രൂപപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ ആക്രമണവും അതിന് ഇറാന്റെ തിരിച്ചടി നാം കണ്ടതാണ്. അമേരിക്ക ഏകദേശം ഇറാന്റെ 400 ഇടങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അതിനെതിരായി അല്ലെങ്കിൽ അതിന് തിരിച്ചടിയായി ഇറാൻ ബഹ്റൈനിലുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസിലും കനത്ത നാശനഷ്ടം വിതച്ചു. പിന്നീടുള്ള ആക്രമണം നടക്കുന്നത് ജൂൺ 17 അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിന് ശേഷമാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഈ കരാറിന് ശേഷം ഈ കരാറിനെ വെച്ച് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയമായി അമേരിക്കയെ അതിനെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. കാരണം കരാർ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഹോർമൂസ് കടലെടുക്ക് പിന്നെയും തുറക്കാൻ തുടങ്ങിയത്. നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹോർമൂസ് കടലെടുക്ക് യുദ്ധത്തിന് മുമ്പ് സാധാരണ പോയിരുന്ന ഒരു കടലെടുക്കായിരുന്നു, മറ്റു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ. ഈ യുദ്ധം കാരണമാണ്, അതായത് അമേരിക്കയുടെ അഹങ്കാരം കൊണ്ട് അടച്ച ഹോർമൂസ് അമേരിക്ക തന്നെ പിന്നെ കരാർ കൊണ്ടുവന്ന് അത് തുറക്കപ്പെട്ടു. അത് വലിയ രീതിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയ്ക്കാനും വ്യോമയാന മേഖല പുനഃസ്ഥാപിക്കാനും അങ്ങനെ ലോകം സാധാരണ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു യുദ്ധ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ. എന്നാൽ ജൂലൈ 6 എല്ലാം മാറിമറിക്കുകയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡായ IRGC ഏകദേശം 3 വരുന്ന കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അമേരിക്കയെ പ്രകോപിപ്പിച്ചു. അതിനെതിരായി അമേരിക്ക ഏകദേശം 90 ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തി. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. ഇറാൻ തിരിച്ചടിയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ 3 രാജ്യങ്ങളിലെ അമേരിക്കൻ മിലിറ്ററി ബേസിൽ കനത്ത നാശനഷ്ടം ഉണ്ടാക്കി. അത് നാശനഷ്ടം വെറുതെ അവർ ചെയ്തത് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. സാധാരണഗതിയിൽ അവർ ഡ്രോണുകൾ വെച്ചാണ് ആക്രമണം നടത്താറ്. ഇത് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് കനത്ത നാശനഷ്ടം വിതയ്ക്കാൻ വേണ്ടി തന്നെ അവർ മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിരുന്നു. അതിനെതിരായി പിന്നെയും അമേരിക്ക എന്ത് ചെയ്തു? വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പശ്ചിമേഷ്യ പിന്നെയും യുദ്ധത്തിലേക്ക് വരുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ സമാധാനത്തിന്റെ വാതിലുകൾ ഇപ്പോഴും അടഞ്ഞിട്ടില്ല, അതും തുറന്നു കിടക്കുകയാണ്. കാരണം ഈ സംഘർഷത്തിന് പിന്നിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വലിയൊരു രാഷ്ട്രീയ കളിയുമുണ്ട്. ഏകദേശം 3 വരുന്ന കൊമേഴ്ഷ്യൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് അതേസമയം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ മീറ്റിംഗിന്റെ ഭാഗമായി നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ലോക നേതാക്കൾക്ക് മുന്നിൽ വെച്ച് ട്രംപിന്റെ ആ കരാറിന്റെ വാല്യൂ അവിടെ നഷ്ടപ്പെട്ടു. ട്രംപിന്റെ ആ പദവിക്ക് വലിയ രീതിയിലൊരു നാണക്കേട് തോന്നി. അങ്ങനെ പ്രകോപിതനായ ട്രംപ് അമേരിക്കൻ മിലിറ്ററിക്ക് ഉത്തരവ് നൽകുന്നു. അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇറാനിൽ കനത്ത ആക്രമണം ഉണ്ടാകുന്നത്. എന്നാൽ ശരിക്കും ഇറാൻ ഇതിൽ കരാർ ലംഘിച്ചോ? ഈ ഉടമ്പടി പ്രകാരമുള്ള കരാർ ലംഘിച്ചോ? അതിന് പിന്നിലും ഒരുപാട് സംസാരിക്കാനുണ്ട്. ഹോർമൂസ് കടലെടുക്ക് ലോക എണ്ണ ഗതാഗതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഏകദേശം 39 കിലോമീറ്റർ വീതി വരുന്ന ചെറിയൊരു കടലെടുക്കാണ് അത്. തെക്ക് ഒമാന്റെ മൊസണ്ടവും വടക്ക് ഇറാൻ അതിർത്തിയുമായി കിടക്കുന്ന ഒരു കടലെടുക്കാണ് ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. യുദ്ധം നടക്കുന്നതിന് മുമ്പ് പ്രതിദിനം 100 മുതൽ 130 കപ്പലുകൾ അതിലൂടെ സഞ്ചരിച്ചിരുന്നു. അത് ക്രൂഡ് ഓയിലിന്റെ 20% കടക്കുന്നത് ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ്. അതുകൂടാതെ ദ്രവീകൃത ഇന്ധനമായ LNG, LPG പോലുള്ള വാതകങ്ങളും ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ്, UAE, ഖത്തർ പോലുള്ള രാജ്യങ്ങളുടെ കയറ്റുമതിയും എണ്ണ കയറ്റുമതിയും ഈ കടലൊഴുക്കിലൂടെ ആശ്രയിച്ച് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥക്ക് പോലും എന്താണ് ഇറാനെ നിയന്ത്രിക്കാൻ സാധിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇറാന്റെ ഏറ്റവും വലിയ ആയുധം. കാരണം ഈ കടലെടുക്ക് അടച്ചാൽ ലോക സാമ്പത്തിക വ്യവസ്ഥക്ക് വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാകും, വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പെട്രോളിന് വില കൂടും, അമേരിക്കക്ക് വലിയ രീതിയിൽ വിലക്കയറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇറാൻ എന്തുകൊണ്ടാണ് യാതൊരു പ്രകോപനമില്ലാതെ ആ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുമ്പുള്ള കരാറിനെ കുറിച്ച് സംസാരിക്കണം. കാരണം ഹോർമൂസ് കടലെടുക്കിൽ അവർ ധാരാളമായി മൈനുകൾ സ്ഥാപിച്ചു. പ്രത്യേകിച്ച് ഇറാൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഹോർമൂസ് കടലെടുക്കിന്റെ ഭാഗത്ത് ധാരാളം മൈനുകൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു? അവർ മാറ്റി. ഈ കരാറിന്റെ ഇത് പ്രകാരം അവർ മാറ്റി. അവർ ഒരുപാട് കപ്പലുകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി പോകാനുള്ള അനുമതി കൊടുത്തു. പക്ഷേ അവർ പ്രത്യേക ഫീസ് വാങ്ങിച്ചിരുന്നു. അതായത് അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങളായ ചൈന, തുർക്കി പോലുള്ള രാജ്യങ്ങൾക്ക് സൗജന്യമായി പോകാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർ പ്രത്യേകം ഫീസ് വാങ്ങിച്ച് അത് നോർമൽ സാധാരണഗതിയിലേക്ക് അവർ കൊണ്ടുവന്നു. പിന്നീട് ജൂൺ 17 അമേരിക്കയുമായുള്ള പ്രധാന കരാറിൽ ഒപ്പിട്ടതിന് ശേഷം അവർ പറഞ്ഞത് അടുത്ത 60 ദിവസം വരെ ഇത് സൗജന്യമായിരിക്കും, എല്ലാ രാജ്യക്കാർക്കും സാധാരണഗതിയിൽ പോകുന്ന പോലെ പോകാമെന്ന നിലയിലേക്ക് ഉടമ്പടി പ്രഖ്യാപിച്ചു. ഇറാന്റെ വാദം ഇങ്ങനെയായിരുന്നു: പരിസ്ഥിതി സംരക്ഷണത്തിനും അവരുടെ സേവനത്തിനും അതുപോലെ തന്നെ കപ്പലുകളുടെ സുരക്ഷയ്ക്കും അതിൻ്റെ മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ചെറിയൊരു ഫീസാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അതൊരു തെറ്റല്ല, അല്ലെങ്കിൽ അതവരുടെ അവകാശം എന്ന നിലയിലാണ് അവർ സംസാരിച്ചത്. അതുകൂടാതെ ഇറാൻ ഗവൺമെൻറ് പുതിയൊരു അതോറിറ്റി രൂപപ്പെടുത്തി. പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി എന്നൊരു അതോറിറ്റി രൂപപ്പെടുത്തി. ഈ അതോറിറ്റിയുടെ കീഴിലായിരിക്കും ഇനി മുതൽ ഹോർമൂസ് കടലെടുക്ക് അവർ അതിൻ്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും കൊണ്ടുപോകും. അതുപോലെ തന്നെ അതിലേക്കൂടെ പാസ് ചെയ്യുന്ന കപ്പലുകൾ ഈ അതോറിറ്റിയുടെ നിന്ന് അനുമതി വാങ്ങിച്ചിരിക്കണം. അവർ നിർദ്ദേശിച്ച പാതയിലൂടെ തന്നെ പോകണമെന്നാണ് അവർ പറയുന്നത്.
പക്ഷേ കേൾക്കുമ്പോൾ ഒരു സാധാരണ പാതയിലൂടെ തന്നെ പോകുന്നത് നോക്കാം. പക്ഷേ ഇതിന് പിന്നിൽ വലിയ കളിയെടുക്കുന്നുണ്ട്. കാരണം ഇറാൻ പറയുന്നത് അവരുടെ അതിർത്തി ഭാഗമായ വടക്കൻ ഹോർമൂസ് കടലിടുക്കിലൂടെ മാത്രമേ കപ്പലുകൾക്ക് പോകാൻ അവർ അനുമതി കൊടുത്തിട്ടുള്ളൂ. എതിരായി തെക്കൻ തീരത്തോട് ചേർന്നാലോ അല്ലെങ്കിൽ അവർ പറയുന്നതിനെതിരായി ചെയ്താലോ അവരതിനെ ആക്രമിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഹോർമൂസിന്റെ പരിപൂർണമായ നിയന്ത്രണം അവരുടെ കൈകളിൽ എത്താ എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, 3 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായത്. കാരണം അവർ ഒമാൻ തീരത്തോട്, അതായത് ഹോർമൂസിന്റെ തെക്കൻ തീരത്തോട് ചേർന്നാണ് അവർ ആ 3 കപ്പലുകൾ യാത്ര ചെയ്തത്. ഇവർ വാണിംഗ് കൊടുത്തു, അവർ കേട്ടില്ല. അങ്ങനെയാണ് ആ 3 കപ്പലുകൾക്ക് നേരെ ഇവർ ആക്രമണം നടത്തി. ഇറാൻ ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് ഹോർമൂസ് കടലിടുക്കിന്റെ പരിപൂർണ്ണ നിയന്ത്രണവും ഹോർമൂസ് കടലിടുക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിക്കാനും ഇതുവഴി ലഭിക്കുന്ന ട്രാൻസിറ്റ് ഫീ വലിയ രീതിയിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥക്ക് ഉപകാരപ്പെടുത്താനും കൂടുതൽ വരുമാനം നേടാനും സാധിക്കും എന്നതിനപ്പുറം അവർക്ക് നേരിടുന്ന പല വെല്ലുവിളികൾ, കാരണം പല രാഷ്ട്രങ്ങൾക്കുള്ള ഉപരോധങ്ങളും മറ്റു കാര്യമേ അവർ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ഹോർമൂസ് വെച്ച് എന്ത് ചെയ്യാം, അവർക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാം. ഒരുപക്ഷെ അവരുടെ ഉപരോധം പോലും പിൻവലിക്കാൻ ഹോർമൂസ് വെച്ച് സാധിക്കും. കാരണം 20% കപ്പലുകൾ, അതായത് 20% ക്രൂഡ് ഓയിൽ മറ്റേ LNG ഒക്കെ പോകുന്ന ഈ പാതയിലൂടെയാണ്. അപ്പോൾ ഓരോ കപ്പലുകൾക്ക് ഇവരിങ്ങനെ ചാർജ് ഈടാക്കിയാൽ ലോകത്ത് തന്നെ എന്താണ് എല്ലാത്തിനും വിലക്കയറ്റം കൂടാനും മറ്റു പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് ഇവർ ഇത് വെച്ച് ഇവരുടെ പല കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ഇവർ ഉദ്ദേശിച്ചത്. എന്നാൽ ഇറാന്റെ ഈ പദ്ധതികളോട് അമേരിക്ക എതിർത്തു. അമേരിക്ക പറഞ്ഞത് അന്താരാഷ്ട്ര നിയമപ്രകാരം എല്ലാ കപ്പലുകൾക്കും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രക്രിയ പ്രകാരമാണ് ഈ 3 കപ്പലുകൾ എന്ത് ചെയ്ത് ഹോർമൂസിന്റെ തെക്കൻ തീരത്ത്, അതായത് ഒമാൻ അതിർത്തിയോട് ചേർന്ന് പോവുകയും അത് ഇറാനെ പ്രകോപിപ്പിക്കുകയും ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പ്രശ്നം എവിടെയാണെന്നറിയോ, അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ തന്നെ വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. 2017 ധാരണയിൽ ഒരു പ്രധാന വാചകം ഉണ്ടായിരുന്നു: ഇറാൻ സുരക്ഷിതമായ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ പ്രധാനമാണ്. ഇറാൻ സുരക്ഷ ഉറപ്പാക്കും എന്നല്ല പറഞ്ഞത്, ഇറാൻ ക്രമീകരണങ്ങൾ ചെയ്യും എന്നതാണ് പറഞ്ഞത്. ഇത് ഇറാന് സ്വന്തം നിയന്ത്രണം നിലനിർത്താനുള്ള അവകാശം നൽകി. അമേരിക്കയ്ക്ക് ഇത് അറിയാമായിരുന്നു. പക്ഷേ അമേരിക്കയിലുള്ള മറ്റു ആഭ്യന്തര സമ്മർദ്ദം മൂലം യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കണമെന്നുള്ള രീതിയിൽ അവരിത് അറിഞ്ഞ് മനഃപൂർവ്വം ഒപ്പിട്ടു, അഗ്രിമെന്റ് ഒപ്പിട്ടു. പക്ഷേ ഇതേ വിഷയം തന്നെയാണ് പിന്നെയും ഈ അടുത്തുള്ള യുദ്ധം നടക്കാവുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെയും ആക്രമണം വരാൻ കാരണമായത്. ഈ പ്രതിസന്ധി കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യക്കാർ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലായി ജോലി ചെയ്യുന്നു. അതുകൂടാതെ ഇവിടെ നടക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ പെട്രോളിനും ഗ്യാസിനും വില കൂടുകയും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുകയും 100 രൂപ ആയിരുന്ന പെട്രോൾ 120, 130 രൂപയിലൊക്കെ ഉണ്ടാകുമ്പോൾ വിലക്കയറ്റം കൂടും. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പണപ്പെരുപ്പം ഉണ്ടാകും. അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ തകിടം മറിക്കും. നമ്മുടെ രാജ്യം സാമ്പത്തികമായി അസ്ഥിരത സംഭവിക്കുകയും ചെയ്യും. അതുകൂടാതെ ജൂണിൽ നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ ഏകദേശം 3 ഇന്ത്യൻ നാവികരാണ് മരണപ്പെട്ടത്. എന്നാൽ അതിന് അമേരിക്ക യാതൊരു ഖേദപ്രകടനം പോലും നടത്തിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ ആക്രമണം മൂലം മരിച്ചു പോകുന്നത്. ഏകദേശം 3 പേരാണ് മരിച്ചത്. അമേരിക്ക യാതൊരു ഖേദപ്രകടനം നടത്തിയില്ല എന്നത് മാത്രമല്ല, ഇന്ത്യൻ നാവികസേനയോട് പറഞ്ഞത് അവരെ ഉടനെ ഇവിടെ നിന്ന് മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു ഭീഷണി സ്വരത്തിലുള്ള ഒരു സംസാരമായിരുന്നു അവർ പറഞ്ഞത്. സൗഹൃദ രാഷ്ട്രം എന്ന പരിഗണന പോലും ഇല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റിനോട് അവർ പറഞ്ഞത് ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്, ഒരു ഖേദം പോലും പ്രകടിപ്പിക്കാതെ. ഇനി സംഭവിക്കാൻ പോകുന്ന 3 സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ട്രംപ് ഉള്ളപ്പോൾ എന്തും തന്നെ സംഭവിക്കാം. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അമേരിക്ക വീണ്ടും ഇറാനുമായി ചർച്ച എടുക്കുന്നു. അതായത് ഒമാന്റെ മധ്യസ്ഥതയോടുകൂടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയോടുകൂടി ഒമാനും ഇറാനും തമ്മിലുള്ള അതിർത്തി വരയ്ക്കുകയും, അതായത് ഇറാന്റെ ഭാഗം ട്രാൻസ്ഷിപ്മെന്റ് ഫീസ് വാങ്ങിച്ചും അതുപോലെ ഒമാന്റെ ഭാഗം നോർമലി ഉള്ളതുപോലെ പോകാനും അല്ലെങ്കിൽ സൗജന്യമായിട്ട് കപ്പലുകൾക്ക് യാത്ര ചെയ്യാനും, എന്നാൽ ഇറാന്റെ അതിർത്തി ഭാഗമായ അതായത് വടക്കൻ ഹോർമൂസ് ട്രാൻസ്ഷിപ്മെന്റ് ഫീസ് വാങ്ങിക്കുന്ന രീതിയിൽ അതിർത്തി നിർണ്ണയിച്ച് അത് വളരെ സോൾവായിട്ട്, അതായത് ഈ പ്രശ്നം ഇതോടുകൂടി നിർത്തുന്ന രീതിയിലുള്ളൊരു കാരണം അങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആയുധങ്ങളോ വലിയ മിസൈലുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഏറ്റവും വലിയ കുന്തമുന എന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും വലിയ ആയുധം എന്നത് ഹോർമൂസ് ആണ്. ഈ ഹോർമൂസിനെ കൺട്രോൾ ചെയ്ത് തന്നെയാണ് അവർ പല കാര്യങ്ങൾ നേടിയെടുത്തതും. പറയുന്നത് അവരുടെ ഫ്രീസ് ചെയ്ത് ഒരുപാട് പൈസ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. പല GCC രാജ്യങ്ങൾ അവർക്ക് പൈസ കൊടുക്കാൻ തയ്യാറായി. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇവർ ആ രാജ്യങ്ങളെ ആക്രമിച്ചത് കൊണ്ടല്ല, ഹോർമൂസിന്റെ പ്രതിസന്ധി മൂലം തന്നെയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുകൊടുക്കത്തില്ല. രണ്ടാമത്തെ കാര്യമാണെന്ന് പറയുന്നത് യുദ്ധത്തിലൂടെയുള്ള ഇറാനെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നുള്ളത്. ഏകദേശം 2ഓളം വിമാനവാഹിനി കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിന് പുറത്തുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ധാരാളം വാർഷിപ്പുകളുണ്ട്, ധാരാളം നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുണ്ട്, ധാരാളം ആയുധങ്ങളെല്ലാം ഉണ്ട്. ഈ സകല ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി ഇറാനെ നേരിട്ട് ആ ഹോർമൂസിൻ്റെ ആധിപത്യം പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷേ അവിടെയും പ്രതിസന്ധികളുണ്ട്. കാരണം ഹോർമൂസിൽ വലിയ രീതിയിലുള്ള മൈനുകളുണ്ട്. അതുകൂടാതെ അവരുടെ ചെറുകിടമായ വാർഷിപ്പുകളുണ്ട്. അതിൻ്റെ ആൻറ്റി മിസൈലുകൾ ഒരുപാടുണ്ട്.
അതിനപ്പുറം ഇറാൻ ഏറ്റവും അനുകൂലമാകുന്ന മറ്റൊരു ഘടകം അവിടുത്തെ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം ഹോർമൂസിൻ ഏരിയ എന്ന് പറയുന്നത് വലിയ മലനിരകളുള്ള സമ്പുഷ്ടമായ ഒരു ഏരിയയാണ്. അവിടുത്തെ പല കാര്യങ്ങളും അമേരിക്കക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇറാൻ അറിയാം. അങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. അവിടുത്തെ മലനിരകളിൽ നിന്ന് വലിയ രീതിയിൽ അവർക്ക് മേൽക്കോയ്മ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇത് അമേരിക്കക്കും സഖ്യരാഷ്ട്രങ്ങൾക്കും കനത്ത നാശനഷ്ടം തന്നെ സംഭവിക്കത്തുള്ളൂ. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ അമേരിക്കൻ കപ്പലുകളെയും അതുപോലെ തന്നെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ തിരിച്ചാക്രമിക്കുന്നു. അങ്ങനെ പരസ്പരം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. പക്ഷേ ഇവിടെ സമാധാനവുമില്ല, എന്നാൽ യുദ്ധം അവസാനിക്കുന്നുമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം മൂലം നഷ്ടം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടെങ്കിലും ഇറാൻ ഒരു പരിധിവരെ ഈ യുദ്ധം ദീർഘകാലത്തേക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഓൾറെഡി ഇറാൻ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന രാജ്യമാണ്, ഓൾറെഡി ഉപരോധം നേരിടുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു പ്രതിസന്ധിയായി തോന്നില്ല. കാരണം അവർക്ക് കഴിഞ്ഞ 40 കൊല്ലം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇത് വലിയ പ്രശ്നമല്ല. അവർക്ക് ഗവൺമെന്റിന് താങ്ങി നിൽക്കാൻ സാധിക്കും, എത്ര വേണേലും അവർക്ക് അവരുടെ ഗവൺമെന്റിന് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിലിത് വലിയ ചർച്ചയാവും. അതുകൂടാതെ സാധനങ്ങൾക്ക് വലിയ വിലകളും ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില വർദ്ധിക്കുന്നത് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ലോക ജനങ്ങൾക്കിടയിൽ എതിർപ്പ് സൃഷ്ടിക്കും. അതുകൂടാതെ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അമേരിക്ക തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങും. ഈ യുദ്ധം നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ യുദ്ധം നീണ്ടുപോയാൽ ഇന്ത്യ പോലുള്ള രാജ്യം, അതുപോലെ തന്നെ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വലിയ രീതിയിൽ ബാധ്യത ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ഹോർമൂസ് കടലെടുക്കുക എന്ന് പറയുന്ന ഒരു കടൽപാത മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടി കൂടിയാണ്.